LDF അന്നത്തെ തെരഞ്ഞെടുപ്പിൽ പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കും എന്ന വാഗ്ദാനം മറ്റു പല കാര്യങ്ങളോടുമൊപ്പം ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സംരക്ഷണത്തിനായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം രൂപീകരിച്ചു. നാടാകെയും അതിനോടൊപ്പം സഹകരിച്ചു. അതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം വന്നു. ഇന്ന് ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ മേഖല രാജ്യത്തെ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് തുടർച്ചയായി കേരളത്തിനാണ് ആ ഒന്നാം സ്ഥാനം സമ്മാനിക്കുന്നത്. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. 5000 കോടിയോളം രൂപയാണ് ആ മേഖലയിൽ ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായി ക്ലാസ് മുറികളെല്ലാം സ്മാർട്ട് ക്ലാസ്സുകളായി, സ്കൂളുകൾ ഹൈടെക്കായി. നേരത്തെ വലിയ തോതിൽ അപജയത്തിലായിരുന്ന സ്കൂളുകൾ നല്ല യശസ്സിലേക്ക് ഉയർന്നു. അതിൻ്റെ ഫലം 5 ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയ സ്ഥാനത്ത് പുതുതായി 10 ലക്ഷം കുട്ടികൾ വന്നു ചേർന്നു എന്നതാണ്. ഈ മാറ്റം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2016 LDF എല്ലാ അധികാരത്തിൽ വന്നത് എന്ന് സങ്കല്പിക്കുക. UDF അധികാരത്തിൽ തുറന്നിരുന്നുവെങ്കിൽ ഈ മാറ്റമായിരുന്നോ കേരളത്തിൽ ഉണ്ടാവുക? പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 2016 1000 സ്കൂൾ അടച്ചുപൂട്ടാനാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നെങ്കിൽ എത്രയോ 1000 അടഞ്ഞുപോയിട്ടുണ്ടാകുമായിരുന്നു. 5 ലക്ഷത്തിന് പകരം നിരവധി ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയിട്ടുണ്ടാകുമായിരുന്നു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗമാകെ തകർന്ന നിലയിലായിട്ടുണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ കഴിഞ്ഞത് LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ആ സർക്കാരിനെ 2021 തുടർച്ച ഉണ്ടായതുകൊണ്ടുമാണ്.